പാമ്പെന്ന് പറഞ്ഞാൽ പാമ്പ് അവിടെ കുത്തിയിട്ട് കിടക്കേ. ഇന്നലെ വീട്ടിനകത്തൊന്ന് കയറി. നമുക്കാണെങ്കിൽ ആണും തൂണും ഇല്ല, ഒന്ന് അടിച്ചു കൊല്ലാനോ എടുക്കാനോ ആ ബുദ്ധിമുട്ടിൽ നമ്മൾ കഴിയണം. എത്രയും പെട്ടെന്ന് ഇത് വൃത്തിയാക്കി കിട്ടിയാൽ അത്രയും ജനങ്ങൾക്ക് നല്ലതാണ്. അഞ്ചൽ അലയമൺ ഗ്രാമപഞ്ചായത്തിലെ കടവറുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സബ് സെന്ററിൽ ഇപ്പോൾ മാലിന്യവും തെരുവു നായ്ക്കളുടെ വാസസ്ഥലവുമായിരിക്കുകയാണെന്ന് നാട്ടുകാരുടെ പരാതി. സർക്കാർ ആശുപത്രിയുടെ ഭാഗമായുള്ള സബ് സെന്ററിന്റെ പ്രവർത്തനം നിലച്ചിട്ട് ഇന്ന് 3 വർഷത്തോളം ആവുകയാണ്. ഇന്നിവിടം ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന ചാക്കുകളിലുള്ള മാലിന്യവും തെരുവു നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും പന്നിയുടെയും ശല്യം കാരണം അയൽവാസിയായ കുടുംബങ്ങൾ ഇന്ന് ഏറെ ബുദ്ധിമുട്ടുകയാണ്. ശേഖരി എന്ന് പറയുന്ന എൻ്റെ അമ്മാച്ചനാണ് ഇത് 15 സെന്റിന് 50 രൂപ വെച്ച് കൊടുത്ത് ഇവർ കെട്ടിടം വെച്ച് പിള്ളേർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് കെട്ടിടങ്ങൾ വെച്ച് കുളിയും മരുന്നും കൊടുക്കാമെന്ന് പറഞ്ഞ് വെച്ചിട്ട് ഇവർ രഹസ്യമായിട്ട് ഭക്ഷണം അങ്ങ് നിർത്തലാക്കി ഞാൻ അവിടെ പൊടി ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നു. നിർത്തലാക്കിയിട്ട് ഇവർ വല്ല കുടികൾ കൊടുത്തെങ്കിൽ കൊടുത്തില്ലെങ്കിൽ ഇല്ല. ഇങ്ങനെ വന്ന് കെട്ടിടം ഇപ്പോൾ മൂട്ടിലായപ്പോൾ അവരുടെ വാട്ടിന് പോയി. ഇവിടെ പാമ്പ് കയറി ഇവിടെ കിടക്കുന്നു. നമുക്ക് ഒരു തരത്തിൽ ഇവിടെ ബാക്കി സ്ഥലത്ത് ഞാൻ വീട് വെച്ച് കിടക്കുകയാണ്. ഒരു തരത്തിൽ നമുക്കിവിടെ വയ്യ. പാമ്പും കണ്ടതും കടിയതും എല്ലാം ഉണ്ട്. ഇഷ്ടം പോലെ ഇത് പന്നി വരെ വന്ന് കിടക്കണം. അതിനെന്തെങ്കിലും വേണമെന്നുള്ള സർക്കാർ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. എത്ര നാളായി ഈ കണക്കിന് വന്നിട്ട് ഇപ്പോൾ 3-4 വർഷമായി. 3-4 വർഷമായി. ഇവിടെ കുട്ടികൾക്ക് എന്തോ പോഷകാഹാരങ്ങൾ ഒരു 20 വർഷത്തേക്ക് മുമ്പ് കൊടുത്തു. അതിനുശേഷം കൊടുത്തിട്ടില്ല. പിന്നെ ഗർഭിണികളെ പരിശോധന ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ആശുപത്രി അടുത്തായതുകൊണ്ട് എല്ലാവരും ആശുപത്രിയിൽ പോകും. ഇപ്പം ഒന്നുമില്ല. ഇവർ ഇരുന്ന് വരയ്ക്കുകയും കുറിക്കുകയും എഴുതുകയും ചെയ്യും. അവരവരുടെ പാട്ടിന് പോകും. അതേ ഉള്ളായിരുന്നു. കുട്ടികൾക്കുള്ള കുത്തിവെപ്പൊക്കെ ഇവിടെ വെച്ച് നടത്താറുണ്ട്? ഒന്നുമില്ലായിരുന്നു. എല്ലാം സർക്കാർ ആശുപത്രി ഇവിടെ കരുവണം ഉണ്ടായിരുന്നു. അവിടെ എല്ലാ ആളുകളും അങ്ങോട്ടും ഇവിടെ വന്നാൽ ഇവിടെ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. കുറച്ച് ആശാ വർക്കിങ്ങുകളും വരും, ഒരു നേഴ്സ് കാണും. അവർ വന്നിരുന്നിട്ട് അവരങ്ങ് പോകും. ഇപ്പോൾ 3-4 വർഷം കൊണ്ട് കെട്ടിടം മൂട്ടിലായപ്പോൾ അവരവരുടെ പാട്ടിന് പോയി. അടിയന്തരമായി ഈ കെട്ടിടത്തിന്റെ പരിസരം വൃത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെയും പരിസരവാസികളുടെയും ആവശ്യം. എന്നാൽ പഞ്ചായത്ത് നൽകുന്ന വിശദീകരണം ഇങ്ങനെ: കെട്ടിടം കാലപ്പഴക്കം വന്നതിനെ തുടർന്ന് കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നുവെന്നും അതിനെ തുടർന്നാണ് സബ് സെന്ററിന്റെ പ്രവർത്തനം നിലച്ചതെന്നുമാണ്. അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് കെട്ടിട നിർമ്മാണത്തെക്കുറിച്ച് ആലോചിക്കുമെന്നും അലയമൺ ഗ്രാമപഞ്ചായത്ത് സമിതി പറഞ്ഞു. റിപ്പോർട്ടർ സജി, അഞ്ചൽ. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.